യുവാസീലുനി തൗറൻ വതൗറൻ യസുദ്ദുനി വഹാന റാളിം ബില്ലദീ ഹുവ യഹ്വാഹു. എന്നോട് ബന്ധം കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും എനിക്ക് അവിടുത്തോടൊരു വെറുപ്പുമില്ല. അവിടുത്തെ മാതിഹും അവിടുത്തെ സ്വലാത്തിന്റെയും അവിടുത്തെ ബന്ധങ്ങളും പറയലാണ് നമ്മുടെ ജീവിതം. സഹോദരന്മാരെ, അവിടുന്ന് ബന്ധം ബാഹ്യത്തിൽ കാണിക്കട്ടെ, കാണിക്കാതിരിക്കട്ടെ, അവിടുന്ന് ഇല്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. ആ മഹബ്ബത്ത് നമ്മുടെ മനസ്സിൽ വെക്കണം. എന്റെ ഒരു സുഹൃത്ത്, ഒരു സയ്യിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങളുണ്ടാകുകയാണ്. അദ്ദേഹം സൗദയിൽ വന്ന് ബുറുദ ചൊല്ലി ആ മനസ്സൊക്കെ കൂടി ആ പയച്ചു. റസൂലുള്ളാഹിനെ എത്തുമ്പോൾ പയക്കാത്ത മനസ്സുണ്ടാവും. അല്ലാഹു പലപ്പോഴായി നമ്മളൊക്കെ അവിടെ എത്തിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ പങ്കെടുത്ത സ്ത്രീകളെയും പുരുഷന്മാരെയും മുഴുവനും അല്ലാഹു തആല എന്നെ അടക്കം നമ്മളൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ എത്രയോ എത്താൻ അല്ലാഹു വിധി പെരുമാറാകട്ടെ. അതിന്റെ മുമ്പ് ആരെയും ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു തആല മരിപ്പിക്കാതിരിക്കട്ടെ. അത് ഏറ്റവും വലിയൊരു വിജയമാണ് മദീനയിലെത്തുക എന്നത്. മദീനയിലെത്തുക എന്നുള്ള അതിന്റെ അപ്പുറമുള്ള ഒരു അമലില്ല സഹോദരന്മാരെ. അതാണ് ദ്വാരക്കേണ്ടത്. ഹജ്ജിന് വാജിബാകുമ്പോൾ പോയാൽ മതി, നിർബന്ധമാകുമ്പോൾ പോയാൽ മതി. അതല്ല മദീന, അതല്ല വാജിബല്ല, സ്നേഹമാണ്. അതല്ലേ നിങ്ങൾ നോക്കൂ, മക്കയില് 1,00,000 കൂലിയാണ് ഒരു റക്അത്തിന്, 1,00,000 കൂലി. മദീനത്തോ 10,000 കൂലി. ആരെങ്കിലും മക്കത്തുനിന്ന് മദീനത്ത് പോയില്ല, പോവില്ല. കൂലിക്ക് വേണ്ടിയാണ് പോകണ്ട. കൂലി അവിടെ 10,000 ഉള്ളൂ. അള്ളാഹു റസൂൽ അവിടെ 10,000 ഉള്ളൂ. അവിടെ പോകണമെന്നല്ലേ, പോകണ്ടെന്നല്ല, അവിടെ 10,000 ഉള്ളൂ. കൂലിക്ക് വേണ്ടിയാണ്ട് വരണ്ടാന്നർത്ഥം. പിന്നെ അവിടേക്ക് എന്തിനാ വരുന്നത്? മഹബ്ബത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടിയേ പോകുള്ളൂ. കൂലിക്ക് വേണ്ടിയാണോ 1,00,000 മക്കത്ത് വിട്ടിട്ടോ അവിടെ നോളീന? സ്നേഹത്തിനാണോ? മൻസാറ ഖബരി വദബത്തുലഹു ശഫാഅത്തി, എന്നെ സിയാറത്ത് ചെയ്തോ ഞാൻ അവർക്ക് ശഫാഅത്ത് ചെയ്യും. എന്റെ മഹബ്ബത്തിന് വേണ്ടി വാങ്ങി വന്നോ? കൂലിയൊന്നുമില്ല. കൂലി ഇവിടെ 10,000 ഉള്ളൂ. 10,000ക്ക് ഏതെങ്കിലും ബുദ്ധിയുള്ളോ 1,00,000 ഒഴിവാക്കിയിട്ട് പോവാ. വഹാബി പോകാനും ഇല്ല, പോയാൽ തന്നെ വേണ്ട വരും ചെയ്യും. കുറെ കപ്പൽ പോയായിരുന്നല്ല വിധത്തെ റസൂലുള്ളവർക്ക് ഓനിങ്ങപ്പോ നിശ്ചയിച്ചിട്ട കാര്യം. വഹാബി നിശ്ചയിച്ചിട്ട് നോക്കുമ്പോൾ ഒരു കാര്യമില്ല. കാഫറായ കൽബ് എത്ര സുജൂദ് ചെയ്തിട്ടും കാര്യമില്ല. പാച്ചക്കുഫിയ്യത്തല്ലേ ഹൃദയത്തിൽ മുഴുവനുമുള്ളത് സഹോദരന്മാരെ. അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വം അടിച്ചു താഴ്ത്തിയ വിഭാഗം. അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരം ജീർണിച്ചു പോയി. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ പ്രബോധനത്തിൽ എഴുതിയതല്ലേ ഇന്ന് വരെ തിരുത്തിക്കണോ? അത് ഏറ്റുപാടിയവരല്ലേ കൗമ് മുഴുവനും, അവരെ മക്കളും, അവരെ ആ ജമാഅത്തെ ഇസ്ലാമി മുഴുവൻ അത് അംഗീകരിച്ചു എന്നല്ലേ? ആരെങ്കിലും എതിർത്തോ? ഏപിസ്ഥാൻ എന്ന് പറയട്ടെ, റസൂലുള്ളാഹി തങ്ങളുടെ എതിരിൽ ഏതെങ്കിലും ഒരു നേതാവ് പറയട്ടെ, അവിടുത്തെ അണികൾ സമ്മതിക്കോ? പറയില്ല ഇൻഷാ അല്ലാഹ്. നേതാക്കന്മാര് പറഞ്ഞ കേസ് പാടില്ല, എതിർക്കണ്ടേ? വഹാബി നേതാക്കന്മാർ ഇത് എഴുതി വിട്ടിട്ട് ഇന്നല ജമാഅത്തെ ഇസ്ലാമി എഴുതിയിട്ട് അവരെ വിഭാഗത്തിൽ ആരും അതിനെ എതിർത്തിട്ടില്ല. അപ്പൊ എല്ലാവരും അവിശ്വാസക്കാരാ. റസൂലുള്ളാഹി തങ്ങളുടെ ശരീരം, പുണ്യ ശരീരം ജീർണിച്ച് പൊറുതിമുട്ടും ആളുകൾ വാസരിച്ചിട്ട് അതുകൊണ്ടാണ് മറവ് ചെയ്തത്. അല്ലെങ്കിൽ എന്തിനാ മറവ് ചെയ്തത് ചോദിക്കാം. ഒരു മുസ്ലിമിന്റെ വിശ്വാസമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്ന സ്വഹാബികളും താബിഈകളുമായ പണ്ഡിതന്മാരെ നോക്കിക്കൊണ്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറയുന്നു, ഇമാം മുബറദ് തന്റെ കാമിലിൽ ഉദ്ധരിക്കുന്നു, ദുർഖാനി തന്റെ ശറഹ് മവാഹിബുൽ ഉദ്ധരിക്കുന്നു, ഇമാം കമാലുദ്ദീൻ ജമീലി തന്റെ ഹയാത്തുൽ ഹവാൻ ഉദ്ധരിക്കുന്നു. ആ ഖബറിൽ നോക്കിക്കൊണ്ട് അതാ ഹജ്ജാജ് പറയുന്നു, അതതൂഫൂന അഅവാദ റിമ്മ, നിരുമ്പിപ്പോയ, ജീർണിച്ചുപോയ, നിരുമ്പിപ്പോയ ആളെയാണോ നിങ്ങൾ സിയാറത്ത് ചെയ്യുന്നത്? ഈ ഒരു വാക്കേ ഹജ്ജാജ് പറഞ്ഞിട്ടുള്ളൂ. അയാൾ 150ഓളം സഹാബികളെ കൊന്നിട്ടുണ്ട്. അയാൾ വലിയ തമാടിത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ചെയ്തിട്ടും അയാളെ കാഫിറാണെന്ന് ഒരു പണ്ഡിതനും ഒരു സ്വഹാബിയും ഫത്വ കൊടുത്തിട്ടില്ല. 150ഓളം സ്വഹാബികളെ നിഷ്ഠൂരമായി കൊന്ന ധിക്കാരിയാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ കൊന്നവനാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഇതൊക്കെ ചെയ്തിട്ട് വലിയ വലിയ കുറ്റങ്ങൾ ചെയ്തിട്ട് ഈ മനുഷ്യൻ കാഫിറാണെന്നൊരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം ജീർണിച്ചുപോയി എന്ന് പറഞ്ഞതായ ആ ഹജ്ജാജിന്റെ ആ വാക്ക് കാരണത്താൽ കഫറഹുൽ ഉലമാ, അന്നുള്ള അറിവുള്ളവര് മുഴുവനും കാഫിറായിരിക്കുന്നു എന്ന് ഫത്വ കൊടുത്തു. സ്വഹാബികളെ കൊന്നിട്ട് കാഫിറായി എന്ന് പറഞ്ഞില്ല, പണ്ഡിതന്മാരെ കൊന്നിട്ട് കാഫിറായി എന്ന് പറഞ്ഞില്ല, പ്രമാണിത്തരങ്ങൾ ചെയ്തിട്ട് കാഫിറായി എന്ന് പറഞ്ഞില്ല. എന്തെല്ലാം ധിക്കാരങ്ങളാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. അതുകൊണ്ടൊന്നും കാഫിറായി എന്ന് പറഞ്ഞില്ല. നബി ജീർണിക്കൂ എന്ന് പറഞ്ഞു. കഫറഹുൽ ഉലമാ, ഇപ്പറഞ്ഞ ഈ 3 കിതാബിൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. കഫറഹുൽ ഉലമാ, ഉലമാക്കുമാർ അയാളെ കാഫിറാണെന്ന് പറഞ്ഞു. അപ്പൊ ജമാഅത്ത് ഇസ്ലാമി എവിടെത്തും? അല്ലാഹു റസൂലിന്റെ ശരീരം നശിപ്പിച്ചു. നിക്കാരതയും ഉണ്ടായാൽ മതിയോ?
നല്ല പെരുമാറ്റം. എന്താ അവര് ശാസ്ത്രീയം പച്ച കുഫിരിയത്തിന്റെ ഉള്ള കൽബ് കൊണ്ട് മുസ്ലിം വേഷധാരികളായി നടന്നതുകൊണ്ട് കാര്യമുണ്ട് സഹോദരന്മാരെ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ അത് നിലപോകില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചക പ്രഭുവായ മുഹമ്മദ് നബി വരെ അല്ലാഹുവിന് വഴിപ്പെടുന്ന വിഷയത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. സൽസബീൽ എന്ന പത്രത്തിൽ ഉമർ മൗലവി എഴുതിയതാണ്. നോക്ക് നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിനെ ഇത്രയും ചീത്ത പറയുന്ന വാക്ക്, റസൂലുള്ളാഹിനെ ചീത്ത പറയുന്നവന്റെ വിധി എന്താണ്? ഇവിടെ ഇസ്ലാമിന്റെ അർത്ഥമില്ലാത്തതുകൊണ്ട് ആ വിധി നടപ്പിലാവുന്നില്ല എന്ന് മാത്രമാണ്. അവനെ ഖത്ൽ ചെയ്യേണ്ടതാണെന്നാണ് മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു അയിമത്തിനെ തൊട്ടതിന്റെ ശിഫയിൽ ഉദ്ധരിച്ചത്. ചീത്ത പറയാന്ന് പറഞ്ഞാൽ അവിടുത്തെ മഹത്വം എടുത്തു കാട്ടി എന്തെങ്കിലും ഒരു വാക്ക് പറയാം. ഇമാം മാലിക് തങ്ങളെ അരികിൽ വന്നിട്ട് ചോദിക്കുന്നു, മാലിക് തങ്ങളെ, മദീന മണ്ണിനെ സംബന്ധിച്ച് അർദ ഉത്തുറാബ്, താഴ്ന്ന മണ്ണാണെന്ന് ഒരു പണ്ഡിതൻ പറഞ്ഞു. താഴ്ന്ന മണ്ണാണ് മദീന മണ്ണെന്ന് റസൂലുള്ളയല്ല, റസൂലുള്ളാന്റെ മുടിയല്ല, റസൂലുള്ളാന്റെ ഡ്രസ്സല്ല, റസൂലുള്ളാനോട് ബന്ധമുള്ള സഹാബികളെയല്ല, അവിടുത്തെ ആ ഭൂമി അർദ ഉത്തുറാബ്, താഴ്ന്ന മണ്ണാണെന്നൊരു പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നു. അശ്ശിഫ ഈ മദ്ഹിൽ മുസ്തഫ എന്ന ഗ്രന്ഥം എടുത്തു നോക്ക്. ഇമാം മാലിക് പറയുന്നു, അവനെ കൊല്ലാൻ എത്ര അർഹനായ മനുഷ്യൻ, അവനെ കൊല്ലപ്പെടേണ്ടതാണ്. തൽക്കാലം അന്യനായതുകൊണ്ട് കൊന്നില്ല. 40 അടി അടിക്കാൻ വേണ്ടി ഇമാം മാലിക് കൽപ്പിച്ചു. എന്താ സഹോദരന്മാർ, മദീന മണ്ണിനെ പറ്റി പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു മുടി, മൻ ഹഖറ ശഅറതൻ മിൻ ശഅറാതിഹി ഫഖദ് കഫറ, അവിടുത്തെ ഒരു മുടിയെ താഴ്ത്തിയാൽ അവൻ ഇസ്ലാമെന്ന് പുറത്താണ്. ഫഖ്റുദ്ദീൻ റാദി തങ്ങൾ തന്റെ തഫ്സീറുൽ കബീറിൽ എഴുതി വെക്കുന്നു. സഹോദരന്മാരെ, റസൂലുള്ളാഹിന്റെ ആസാറുകളെ ആദരിക്കണം. റസൂലുള്ളാഹിന്റെ പച്ചക്കുമ്പയുടെ ചിത്രം നിങ്ങളുടെ മുമ്പിലൊക്കെ കാണും. ഇവിടെ ബുറുദ ചൊല്ലുമ്പോൾ, തങ്ങൾ ദുആ ചെയ്യുമ്പോൾ, യാ നബി പറയുമ്പോൾ നമ്മുടെ കണ്ണുകൾ ആ പച്ചക്കുമ്പയിലേക്ക് നോക്കി വിലപിക്കണം. നമ്മുടെ മുമ്പിൽ ആ ചിത്രം കാണുമ്പോൾ നമ്മൾ മദീന കാണണം. റസൂലുള്ളാഹിനെ കൊണ്ട് നമ്മുടെ മനസ്സ് പോകണം. ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ് പച്ചക്കുമ്പയിലേക്ക് കൈകാണിച്ച് ചൊല്ലിയ കവിതകൾ പ്രസിദ്ധമാണ്. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഒരാള് മദീന പള്ളിയുടെ ഉള്ളിലാണെങ്കിൽ അവനെ മുമ്പോട്ട് നോക്കി നിൽക്കണമെന്നല്ല പണ്ഡിതന്മാര് പറഞ്ഞത്. നിസ്കാരത്തിന്റെ ടൈമല്ലാത്ത ടൈമിൽ എപ്പോഴാണോ മദീന വിശാലമായ ആ പള്ളി, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരേ ജമാഅത്തിൽ പങ്കെടുക്കാൻ സൗകര്യമുള്ള മദീന പള്ളി, ആ മദീന പള്ളിയിൽ ഇരിക്കുന്ന മൂന്ന് എന്ത് ചെയ്യണം? നിസ്കരിക്കുമ്പോൾ മുമ്പിലേക്ക് നോക്കണം. നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരുടെയും കണ്ണ് ആ ചെറിയതായി കാണുന്ന ഹുജറത്തു ശരീഫയുടെ ഭാഗത്തേക്ക് കൊടുക്കണം. അത് സുന്നത്താണ്, അത് കൂലിയുള്ള വലിയ അമലാണെന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തന്റെ ഹാഷിയത്തുൽ ഇലാഹിൽ പറയുന്നു. മദീന പള്ളിയുടെ ഒരു മൂലയിലിരിക്കുന്ന ആളുടെ കണ്ണ് ഖബറ് ഭാഗത്തേക്ക്, യൻദുറു ഇലൽ ഹുജറത്തി ശരീഫ, ആ ഭാഗത്തേക്ക് നോക്കിയിരിക്കുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, കഅബുൽ അഹ്ബാർ തങ്ങൾ പറഞ്ഞതായി കാണാം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ 10,000 മലക്കുകൾ വിറകെട്ടടിച്ച് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇതിനും പ്രതി വൈകുന്നേരമാകുമ്പോൾ ആ മലക്കുകൾ കയറിപ്പോകുന്നു. പിന്നെയും 10,000 ഇറങ്ങി വരുന്നു, വിറകെട്ടടിച്ച് കരഞ്ഞ് സ്വലാത്ത് ചൊല്ലുന്നു. ഇത് ഒരു ദിനമല്ല, എല്ലാ ദിനവും ഖിയാമത്ത് നാൾ വരെ നടക്കുന്ന വിഷയമാണ്. മനസ്സിലാക്കണം സഹോദരന്മാരെ. മദീന പള്ളിയുടെ പുറത്തു പോയാലോ, യൻദുറു ഇലൽ ഖുബ്ബത്തിൽ ഖംറാ, പച്ചക്കുബ്ബയിലേക്ക് നോക്കിയിരിക്കണം. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, സന്നു, അത് സുന്നത്തായ കർമ്മമാണ്. സഹോദരന്മാരെ, ആ പച്ചക്കുബ്ബ അടിച്ചു തകർക്കുമെന്ന് പറയുന്നവന് ഈമാനുണ്ടോ? അവന് മദീനയുണ്ടോ? അവന് റസൂലുള്ളാഹിയുണ്ടോ? അവൻ മുസ്ലിമാണോ? നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. ഇമാമികൾ പറയുന്നതാണ്, وهل لقبة الخضراء قبة سيد الكونين أفضل قرة العينين. ഉസ്താദിന്റെ വരികളാണ്. എന്തൊരു വാക്കാണ്. വഹൽ ലിഖുബ്ബത്തിൽ ഖദ്റാ, ഈ പച്ച കുബ്ബക്ക് എന്തൊരു സന്തോഷമാണ്. റസൂലുള്ളാഹിന്റെ കുബ്ബക്ക് എന്തൊരു സന്തോഷമാണ്.
മനസ്സിന് കുളിർക്കുന്ന മുഅ്മിനീങ്ങളുടെ നേതാവിന്റെ കുടുംബത്തിന്റെ ഒരു സന്തോഷമാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹാണ് ഇതിനു ശേഷം മഹാനോട് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിൽ എത്തിയെന്ന എന്തൊരു ബഹുമാനമാണ് കൊണ്ടൂർ ഉസ്താദ്. ഒരു ദിനം മദീന പള്ളിയുടെ മുറ്റത്ത് റസൂലുള്ളാഹിന്റെ പച്ചക്കുബയുടെ നേരെയുള്ള പള്ളിയുടെ മുറ്റത്ത് കുണ്ടൂർ ഉസ്താദും നമ്മൾ ഉസ്താദ് അയാളെ പേര് ഒരു രണ്ടാളും കൂടെ പോകുന്നു. അപ്പൊ ഞാൻ കണ്ടപ്പോ കുണ്ടൂർ ഉസ്താദിന്റെ ചെന്നിട്ട് അസ്സലാമായിരുന്നു കൈ പിടിച്ച് മുട്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞു. മുഖമാണ് മാറി പച്ചക്കുബയിലേക്ക് ഒറ്റ ചൂണ്ടൽ. എന്താ പറയുന്നത്? ഒന്നും മിണ്ടിയിട്ടുള്ളൂ. അങ്ങനെ അഥവാ ആരും പിന്നെ എന്നോട് ദ്വാരക്കാൻ പറയുന്നതെന്നാ പറയുന്നത്. റസൂൽ അവിടെ കിടക്കുമ്പോ എന്നോട് ദ്വാരക്കാൻ പറയും. ഇങ്ങനെ ആക്കി. അതാണ് അവിടുത്തെ ബഹുമാനം.